ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന്, റിപ്പോർട്ട് നടപ്പാക്കാൻ അധികാരികൾ ഇച്ഛാശക്തി കാട്ടണമെന്നും മാർത്തോമാ സഭ. മാരാമൺ കൺവെൻഷൻ ഉദ്ഘാടന പ്രസംഗത്തിൽ സഭാധ്യക്ഷൻ തിയോഡോഷ്യസ് മെത്രാപ്പോലിത്തയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം മാറിയെങ്കിലും സംഘർഷമുണ്ടാകുന്ന ആശങ്കയാണെന്നും സഭാധ്യക്ഷൻ പറഞ്ഞു. വിശ്വാസ ചൈതന്യമുണർത്തുന്ന പ്രാർത്ഥനകളോടെ 131 മാരാമൺ കൺവെൻഷന് പമ്പയുടെ മണൽപ്പുറത്ത് ഔദ്യോഗികമായി തുടക്കമായി. ഉദ്ഘാടന വേദിയിൽ മന്ത്രിമാർ അടക്കമുള്ള പ്രമുഖർ ഇരിക്കെ തന്നെ ക്രൈസ്തവ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളിലും രാജ്യത്തെ അസ്ഥിരതയിലും സഭയ്ക്കുള്ള അതൃപ്തി മെത്രാപ്പൊലീത്ത പരസ്യമായി പ്രകടിപ്പിച്ചു. കേരളത്തിലെ ക്രൈസ്തവരുടെ സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥ പഠിച്ച ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ ഉടൻ പുറത്തുവിടണമെന്ന് മെത്രാപ്പൊലീത്ത ആവശ്യപ്പെട്ടു. മത അധ്യാപകർക്ക് ക്ഷേമനിധി എന്ന നിർദ്ദേശവുമായി സർക്കാർ വരുമ്പോൾ അതേക്കുറിച്ച് ജെ.ബി. കോശി കമ്മീഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാൻ കഴിയണം. നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന സഭാ സംവിധാനത്തിലേക്ക് രാഷ്ട്രീയ ഇടപെടലുകൾക്കുള്ള മറ്റൊരു പിൻവാതിൽ ആയിട്ട് അത് തീരരുത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ക്രിസ്മസ് കാലയളവിൽ ക്രൈസ്തവർ ആക്രമണത്തിന് ഇരയായത് മതേതരത്വത്തിന് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം മണിപ്പൂരിൽ തുടരുന്ന സംഘർഷങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ ലാഭത്തിനായുള്ള വർഗീയ ചർച്ചയ്ക്ക് പകരം ജനങ്ങളുടെ യഥാർത്ഥ ജീവിത പ്രശ്നങ്ങളും വികസനവുമാണ് ചർച്ച ചെയ്യേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മീഡിയ 1 പത്തനംതിട്ട.